വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വൈദിക ട്രസ്റ്റിലെ സദസ്സിലുള്ള വിശ്വാസി സമൂഹമേ, ഈ പരിപാടിയൊക്കെയും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന വിനയാനിച്ചനും ടീം അംഗങ്ങളെ, ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ്, ഒരു പ്രഭാതമാണ് ഇന്ന് എന്ന് നമുക്കൊക്കെയും അറിയാം. പേരയിൽ പ്രവർത്തിക്കുന്ന ഈ ആധ്യാത്മിക നവീകരണ കേന്ദ്രം അതിൻ്റെ ദശവർഷ വാർഷികം ആഘോഷിക്കുന്നതായ സമയം. 10 വർഷക്കാലം ഈ നാട്ടിലെ നാനാവിധമായ ആധ്യാത്മിക വളർച്ചയ്ക്ക് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചുക്കാൻ പിടിച്ച ഒരു സ്ഥാപനം, ഏറെ പ്രത്യേകമായ വിധത്തില് സാമൂഹിക തിന്മകൾക്ക് എതിരെ ആധ്യാത്മികമായി ജനത്തെ അണിനിരക്കിക്കൊണ്ട് ഒരു മാനസിക മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു പരിവർത്തനത്തിലൂടെ പരിഹാരം കാണാനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ ഈ പേരയിൽ പ്രവർത്തിക്കുന്ന ഈ IMS ധ്യാന കേന്ദ്രം ഏറെ ശ്രദ്ധേയമാണ്. അതിന്റെ 10 വർഷത്തെ ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കാനും ഈ വർഷങ്ങളിലൊക്കെയും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയാനായിട്ടും ഭാവിയിലേക്ക് നോക്കി ദൈവ പരിപാലന കഴിഞ്ഞ കാലങ്ങളിൽ വഴി നടത്തിയതിൻ്റെ ഉറച്ച വിശ്വാസത്തിലും അതിൻ്റെ ദൃഢതയിലും പതറാതെ മുന്നോട്ട് നീങ്ങുവാനും വേണ്ട ശക്തി സമാഹരിക്കുന്ന ദിവസങ്ങളൊക്കെയായി മാറുകയാണ് ഈ വരുന്ന 1, 2, 3 ദിവസങ്ങൾ. തീർച്ചയായും ഏറെ സന്തോഷകരമായ കാര്യമാണ്. കുടുംബ പ്രേക്ഷിത രംഗത്ത് ശ്രദ്ധേയമായ ശ്രദ്ധ വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് എന്ന് പറയാൻ ഒത്തിരി സന്തോഷവും ഉണ്ട്. കാരണം കുടുംബങ്ങള് സമൂഹത്തിലുള്ളതുപോലെ സഭയുടെയും അടിസ്ഥാനമാകുകയും അതിനെ ഒക്കെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ജീവിതങ്ങളുടെ തായ് വേര് കുടുംബമാകുകയും ചെയ്യുമ്പോൾ ആ തായ് വേര് ശിഥിലമായാൽ, തായ് വേരിന് കേട് സംഭവിച്ചാൽ അത് മാനവകുലത്തിന് മുഴുവനും കേടുബാധിക്കുന്ന രോഗമായി തീരും എന്ന് നമ്മളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളവരും ആണ്. അതുകൊണ്ട് കുടുംബത്തെ ഏറെ എത്തിക്കുന്നതും ശിഥിലമാക്കുന്നതുമായ ദുശീലങ്ങൾക്കെതിരെയാണ് വിനയാനത്തിന്റെ പോരാട്ടം എന്നത് നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. മദ്യപാനം പോലുള്ള ഒരു കാര്യത്തിൽ മാത്രമല്ല ഈ ജ്ഞാനകേന്ദ്രം ശ്രദ്ധിക്കുക എന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. കുടുംബത്തെക്കുറിച്ച് പറയുന്നത് സഭയ്ക്ക് ഒത്തിരിയേറെ സന്തോഷവും അതോടൊപ്പം ഒത്തിരി ഉത്കണ്ഠയുമുണ്ട്. 2ാം വത്തിക്കാൻ കൗൺസിലർ വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ പരാമർശിക്കുന്ന ഭാഗത്ത് അതിന്റെ ആമുഖം എന്നോണം പറയുന്നത് ഇന്ന് നമ്മുടെയൊക്കെയും ശ്രദ്ധ പതിയേണ്ട ഒരു രംഗം കുടുംബമാണെന്നും അതിൽ നടക്കുന്ന കാര്യങ്ങൾ ഒത്തിരി ആശങ്കയ്ക്ക് കാരണമാകുന്നു എന്നും അതുകൊണ്ട് ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയായിട്ട് വിവാഹവും കുടുംബവും കുടുംബജീവിതവും ഒക്കെ മാറിയിരിക്കുന്നു എന്ന് വത്തിക്കാൻ കൗൺസിൽ സഭ ആധുനിക ലോകത്തിൽ എന്ന് പറയുന്ന പ്രമാണലേഖയുടെ വിവാഹത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 47, 48, 49, 50, 51, 52 കണ്ണികൾക്ക് ആമുഖമായി പറയുന്നിടത്ത് പറഞ്ഞിരിക്കുന്നത് സന്യാസികളും സമർപ്പിതരും ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഈ സഭയോടൊത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിന് നമ്മുടെ കഴിവിന്റെ പരിമിതികളിൽ നിന്ന്
പരിമിതികളില്ലാത്ത ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുമ്പോൾ സഭയെ എന്നും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ ശക്തിപ്പെടുകയും ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയ പുത്രന്റെ മഹത്വത്തിലേക്ക് നാം എത്തിച്ചേരാൻ റെഡിയാകുകയും അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് പോലെ ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരനാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വലിയ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെയും ആത്യന്തിക ലക്ഷ്യം ഈ ഈശോയുടെ വാഗ്ദാനം നമ്മിൽ പൂർത്തിയാക്കുക എന്നതാണ്.